ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ നിങ്ങളുടെ കണ്ണ് പൂട്ടിയേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്നൊരു ബിസിനസ്. ഇനിയിപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരനാണോ, ഓക്കെ, നിങ്ങളുടെ ബിസിനസ്സിനെ മനസ്സിലാലോചിക്കുക. ഇനി നിങ്ങൾക്കൊരു തുടങ്ങാനൊരു ബിസിനസ് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ണ് പൂട്ടിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കുക. അതിനൊരു പേരിട്ടോ. ആ പേരെന്ന് പറഞ്ഞേ, ഇപ്പോൾ ഞാനാണ് എൻ്റെ കമ്പനിയുടെ പേര് യങ് ആൻഡ് സ്മാർട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ്സസ് എന്ന് വിചാരിച്ചു. അതേപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോ. അപ്പോൾ ഈ ഒരു ബിസിനസ് എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൈക്കിൾ തുടങ്ങുന്നൊരു ബിസിനസ്, സൈക്കിൾ ഉണ്ടാക്കുന്നൊരു ബിസിനസ്സാണ്. ഓക്കെ, നല്ല സൈക്കിൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് എന്ത് വേണം, ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങണം. ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്, ക്യാപിറ്റൽ വെച്ചാൽ ക്യാഷ്, കയ്യിൽ ക്യാഷ് വേണം. അപ്പോൾ ക്യാഷിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ നമ്മളെ കയ്യിലുള്ള പൈസ ഇട്ടിട്ട് കുറേ ബിസിനസ് തുടങ്ങാൻ നോക്കും. അപ്പോൾ കയ്യിലെ പൈസ ഒക്കെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്തുള്ള അച്ഛനോടും അമ്മാവനോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും. അവർ ക്യാഷ് ഉണ്ടെങ്കിൽ അവർ തരും. അവരൊക്കെ നമ്മൾ സീഡ് ഫണ്ടേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. ഇനി അവരുടെ കയ്യിലെ ക്യാഷ് തരുന്ന നമ്മുടെ കമ്പനിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ട് ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ ലോണിന് അപേക്ഷിക്കും. ബാങ്കിൽ ലോണിന് അപേക്ഷിക്കുമ്പോൾ ബാങ്ക് ലോൺ തരും, അല്ലെങ്കിൽ ചിലപ്പോൾ തരില്ല. നിങ്ങളുടെ കമ്പനിയുടെ പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് ബാങ്ക് ലോൺ തരും. അപ്പോൾ കമ്പനി ഒന്നും കൂടെ വളർന്ന് നല്ല ഇലക്ട്രിക് ബൈക്കും മല കയറുന്ന ബൈക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം കമ്പനി നല്ലോണം പച്ച പിടിക്കുകയാണ്. കുറച്ചും കൂടെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തണമെന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് തരുന്ന ലോണൊക്കെ കഴിഞ്ഞു. ഇനി ഫണ്ട് തരുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്താണെന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനീനെ വാല്യൂ ചെയ്യുക എന്ന് വെച്ചാൽ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിലെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ അളന്നിട്ട് പിന്നെ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഒക്കെ അളന്നിട്ട് ആ കമ്പനിക്ക് ഒരു വിലയിടും. അതായത് നിങ്ങളുടെ സൈക്കിൾ കമ്പനിയുടെ ഇപ്പോഴത്തെ വില ഒരു 5 കോടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1 കോടി തരാം, എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ 20% ഇങ്ങ് തരണം എന്ന് പറയും. 20% ഉടമസ്ഥാവകാശം എനിക്ക് തരണം എന്ന് പറഞ്ഞ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ചെയ്യും. അപ്പോൾ അവരങ്ങനെ ചെയ്തു. അപ്പോൾ ഇനി അവർക്ക് ലാഭം ഉണ്ടാക്കണ്ടേ? നിങ്ങൾ സൈക്കിൾ കമ്പനി ഉഷാറായിട്ട് പുതിയ ആ 1 കോടി കൊണ്ട് പുതിയ മെഷീനൊക്കെ വാങ്ങിച്ച് പുതിയ സൈക്കിളൊക്കെ ഉണ്ടാക്കി. ഇനി ആ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ ഈ സൈക്കിൾ കമ്പനീനെ എന്ത് ചെയ്യും, ഓഹരി വിപണിയിലേക്ക് ലിസ്റ്റ് ചെയ്യും. അതിനാണ് പറയുക, എന്താണ് പറയുക, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്.